ഹലോ ഗൈസ്, ഇന്ന് രാവിലെ നമുക്ക് മീൻകാരി ചേട്ടൻ ഞണ്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അമ്മയില്ലാത്ത കാരണം ഞാനാണ് കേട്ടോ മേടിച്ച് വെച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണി ആകാറായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞണ്ട്, കൊഞ്ച് ഇതൊന്നും അധികം ഇങ്ങനെ കിട്ടാത്തതുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കൊതി കാണുമല്ലോ. അതുകൊണ്ടാണ് ചെറുതാണെങ്കിൽ പോലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ക്ലീൻ ചെയ്യാൻ എനിക്ക് വലിയ പിടുത്തില്ലാത്തതുകൊണ്ട് തന്നെ അമ്മ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ കഴിച്ച ചപ്പാത്തിയും കിഴങ്ങറിയാണ് കേട്ടോ. കറി ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും ചപ്പാത്തി അമ്മ ഉണ്ടാക്കിയതാണ്. അതിൻ്റേതായിട്ടൊരു സോഫ്റ്റ് ടൈൽ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ചപ്പാത്തി കഴിക്കുന്നത്. എനിക്ക് ചപ്പാത്തി കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പൂരിയാണ് കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ചിയാസിലിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ രാവിലെ തന്നെ കുടിക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെയാണ് കേട്ടോ കുടിക്കാറുള്ളത്. ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് കംപ്ലീറ്റ് കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വന്ന് പിന്നെ അമ്മ ഇത് ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. ഇത് ക്ലീൻ ചെയ്യാൻ എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. 2-3 ഞാനും ക്ലീൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാനൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്വന്തമായിട്ട് പോയിട്ട് പറയില്ല, ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഫുഡ് ഉണ്ടാക്കാൻ മാത്രമല്ല, ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കാനും അതൊക്കെ സ്വന്തമായിട്ട് കഴിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വാട്ടർ മെലൺ ജ്യൂസ് അടിച്ച് കുടിക്കുന്നുണ്ട്. വെള്ളം കുടിക്കാൻ ഞാൻ പണ്ടൊട്ടേ വീക്കാണ്, അപ്പോൾ ഇങ്ങനെയുള്ള ജ്യൂസൊക്കെ ആണെങ്കിൽ കുടിച്ചോളൂ കേട്ടോ. അങ്ങനെ പഞ്ചസാര ഇടാതെയാണ് കേട്ടോ ഇതൊക്കെ അടിച്ച് കുടിക്കുന്നത്. അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും കുരങ്ങന്മാർ വന്ന് 2-3 കൊല മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മാങ്ങയാണ് കേട്ടോ. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അവന്മാർക്ക് ഞാൻ 2-3 വേസ്റ്റ് ആയിട്ടിരുന്ന പഴമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഉള്ളവരെന്നെ കളിയാക്കി ചിരിക്കാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ മൃഗങ്ങളെ പരിപാലിക്കാവുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർക്ക് അത് കൊടുത്തിട്ട് ഞാൻ പിന്നെ ടെറസിലോട്ട് പോയിട്ടോ. കാരണം വേറൊന്നുമല്ല, മാങ്ങ ഉണക്കായിട്ടിരിക്കുന്ന കണ്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു കേട്ടോ. ഇങ്ങനെ തിരിച്ചു വന്നിട്ട് ഞാൻ ചോറ് കഴിക്കുന്നുണ്ട്. ചോറും ഞണ്ട് റോസ്റ്റും പിന്നെ അച്ചാറും കൂടിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. സത്യത്തിൽ അകത്ത് കറണ്ട് പോയ കാരണമാണ് ഞാൻ പുറത്തിറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഞണ്ട് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിക്കൊണ്ട് പറയണതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം കഴിക്കുന്നതുകൊണ്ടാണോ എന്നും എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ അങ്ങ് വയറ് നിറച്ച് കഴിച്ചു. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ മാംസം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്കിലും കൊതിക്ക് കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞാനിതാ ഉച്ചയ്ക്ക് മാർക്കോ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സിനിമ ഇപ്പോൾ 3-ാമത്തെ തൊട്ടാണ് കാണുന്നത്. ഒരു തവണ തിയേറ്ററിൽ പോയി കണ്ട്, പിന്നെ ടെലഗ്രാമിൽ വന്നപ്പം അത് ഡൗൺലോഡ് ചെയ്ത് കണ്ട്, പിന്നെ വീണ്ടും കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പൊതുവെ സൈക്കോ മൂവികൾ കാണുന്നതൊക്കെ ഇഷ്ടമാണെങ്കിലും പേടിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള മൂവികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോഴത്തേനും എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ. പിന്നെ അത് പാൽപ്പൊടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് ചായയും കൂടെ ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടപ്പം ഇവക്ക് കൊടുക്കുന്ന നോക്കിയിരിക്കുകയാണ്. പക്ഷെ വലിയ പിടിവാശിക്കാരിയൊന്നും അല്ല, കൊടുത്താൽ കഴിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവളുടെ അടുത്ത് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോസൊക്കെ കാണാൻ നടക്കണം.